ഭാര്യയെ കൊന്ന് കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വേവിച്ച് കായലിൽ തള്ളിയ കേസിൽ മുൻ സൈനികൻ അറസ്റ്റിൽ. ഹൈദരാബാദ് മീർപേട്ടിലാണ് നടുക്കുന്ന സംഭവമുണ്ടായത്. പുട്ടവെങ്കട മാധവി എന്ന 35-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഗുരുമൂർത്തിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, ഇതെന്താണ് സംഭവിച്ചത്? ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ ഹൈദരാബാദിലെ ജില്ലേലഗുഡ, മീർപേട്ടിനടുത്ത് ജില്ലേലഗുഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. അവിടെ പുട്ട വെങ്കട മാധവി എന്ന് പറയുന്ന 35-കാരി, അവരുടെ ഭർത്താവ് ഗുരുമൂർത്തിയാണ് അവരെ കൊലപ്പെടുത്തിയത്. അതായത് 15-ാം തീയതി ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. ഈ വഴക്കിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് ഗുരുമൂർത്തിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 15-ാം തീയതി വെങ്കട് മാധവിയെ കൊലപ്പെടുത്തിയ ശേഷം ശരീരം കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിലിട്ട് വേവിക്കുകയും പിന്നീട് അത് തൊട്ടടുത്ത കായലിൽ കൊണ്ട് തള്ളുകയും ചെയ്തു. ഏതാണ്ട് 3 ദിവസം എടുത്താണ് ഈ മാംസവും എല്ലും എല്ലാം പ്രഷർ കുക്കറിൽ വേവിക്കുകയും പിന്നീട് ഈ കായലിലേക്ക് കൊണ്ടിടുകയും ചെയ്തെന്നാണ് പ്രാഥമികമായി ഗുരുമൂർത്തി തന്നെ നൽകിയിരിക്കുന്ന വിവരം. ഇതനുസരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഗുരുമൂർത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്. അതായത് ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന അവിടെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത കായലിലും പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. മിസ്സിംഗ് പേഴ്സൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഭർത്താവ് ഗുരുമൂർത്തി താൻ കൊന്നു എന്നുള്ള കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നേരെ നടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വെങ്കട് മാധവിയെ കാണാതായ ശേഷം ഭർത്താവ് ഗുരുമൂർത്തി തന്നെയാണ് ഈ വെങ്കട് മാധവിയുടെ മാതാപിതാക്കൾ നൽകിയ കേസ്, അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ പോയതും അതിനുശേഷം പോലീസിനോട് അവരെ കാണാനില്ല എന്നുള്ള കാര്യമൊക്കെ, ഈ കേസും പരാതി നൽകുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഗുരുമൂർത്തി തന്നെയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് പക്ഷേ പോലീസ് പിന്നീട് അയൽവാസികളെയും മറ്റും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വീട്ടിൽ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട് എന്നുള്ള കാര്യം അയൽവാസികൾ മൊഴിയായി നൽകുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുമൂർത്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ നടക്കുന്ന സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 കുട്ടികളാണ് ഇരുവർക്കും ഉള്ളത്. എന്നാലും ഗുരുമൂർത്തിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് അന്വേഷണം